ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അസൂയയും അധികാരാസക്തിയും വിനയവുമാണ് ഇന്നത്തെ വായനകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ. വിശ്വമഹാസാഹിത്യത്തിൽ അസൂയ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മനുഷ്യബന്ധങ്ങളിലും വളരെ ശക്തമായ, തീർച്ചയായും നിഷേധാത്മകമായ ഒരു വികാരമാണ് അസൂയ. അമേരിക്കൻ എഴുത്തുകാരൻ ഗോർ വിദലിൻ്റെ അസൂയയുടെ നിർവചനം മനോഹരമാണ്. എൻ്റെ ഒരു സുഹൃത്ത് വിജയിക്കുമ്പോൾ എന്നിൽ എന്തെങ്കിലും മരിക്കുന്നു എന്നതാണ് അസൂയ. ഒരു നീരസമാണത്, പ്രത്യേകിച്ച് നമ്മോടടുപ്പമുള്ളവരുടെ വിജയത്തോടുള്ള നീരസം. പലപ്പോഴും വിദൂര വ്യക്തികളോട് നമ്മൾ അസൂയപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. ലോകമെമ്പാടുമുള്ള ആരുടെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ രാഷ്ട്രീയ വ്യക്തികളുടെ വിജയത്തിൽ നമ്മൾ അസൂയപ്പെടാറില്ല. മറിച്ച് നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സുഹൃത്ത് വലയത്തിലും ബന്ധങ്ങളിലുമുള്ളവരോടാണ് അസൂയപ്പെടുന്നത്. ഈ അസൂയ ഒരിക്കലും ഒറ്റയ്ക്ക് പ്രത്യക്ഷപ്പെടാറില്ല. അസൂയയോടൊപ്പം എപ്പോഴും കാണുന്ന ഇരട്ട സഹോദരി അതിമോഹമാണ്. അസൂയ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമ്മെ അലോസരപ്പെടുത്തുമ്പോൾ അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു മാർഗമായി മനസ്സ് കാണുന്നത് അവരെക്കാളും ഉയരെ എത്തുക എന്നതാണ്. അതാണ് അതിമോഹം. പ്രശസ്തിക്കും സ്ഥാനത്തിനും വേണ്ടി നാം അതിമോഹമുള്ളവരാണെങ്കിൽ അവരുടെ വിജയത്തെ തടയുകയോ അല്ലെങ്കിൽ അതിനെ തിരിച്ചുവിടുകയോ ചെയ്യുന്നു. അങ്ങനെ അവരോടുള്ള നീരസത്തിൽ മുഴുകി നമ്മുടെ സമയം കൊല്ലുന്നു. അതുകൊണ്ട് തന്നെ അസൂയയും അതിമോഹവും പരസ്പര പൂരകങ്ങളാണ്. ഈ രണ്ട് വികാരങ്ങളും പലപ്പോഴും നമ്മിൽ മറഞ്ഞിരിക്കുന്നുവെങ്കിലും അത് പക്ഷേ നമ്മിൽ പ്രവർത്തനക്ഷമമാണ്. ഇന്നത്തെ രണ്ടാം വായനയിൽ യാക്കോബ് അപ്പോസ്തലൻ ഈ രണ്ട് ദുഷ്പ്രവണതകളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നു. എവിടെ അസൂയയും സ്വാർത്ഥമോഹവുമുണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലും ഈ തർക്കം പ്രകടമാണ്. ക്രിസ്തു തൻ്റെ പീഡാസഹന, മരണ, ഉത്ഥാന രഹസ്യങ്ങളെപ്പറ്റി പഠിപ്പിക്കുമ്പോൾ അവരുടെ ഇടയിലെ തർക്കം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചായിരുന്നു. യേശുവാണ് ക്രിസ്തു അഥവാ മിശിഹ എന്ന് പത്രോസ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞയാഴ്ച നമ്മൾ ശ്രവിച്ചതാണ്. അപ്പോൾ തന്നെ താൻ എങ്ങനെയുള്ള മിശിഹ ആയിരിക്കുമെന്നും യേശു അവരോട് പറയുന്നുണ്ട്. എങ്കിലും അവനെ മനസ്സിലാക്കാൻ ശിഷ്യന്മാർക്ക് കഴിയുന്നില്ല. വിജയിയായ ഒരു മിശിഹായെയാണ് അവർ അപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് തങ്ങളിൽ ആരാണ് ഒന്നാമൻ എന്നതിനെ ചൊല്ലി അവർ തർക്കിക്കുന്നത്. ആ സംഘർഷം യഥാർത്ഥത്തിൽ അവരുടെ അസൂയയിൽ നിന്നും അതിമോഹത്തിൽ നിന്നും, പ്രത്യേകിച്ച് സ്ഥാനമോഹത്തിൽ നിന്നുമാണ് ഉടലെടുത്തത്. പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പെസഹ രഹസ്യങ്ങളെപ്പറ്റി പഠിപ്പിക്കുമ്പോൾ സ്ഥാനമോഹങ്ങളിൽ ചുറ്റിപ്പറ്റി കിടക്കുന്ന ശിഷ്യന്മാർ ഒരു പ്രതീകമാണ്. പലപ്പോഴും നമ്മളും അങ്ങനെയാണ്. ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യങ്ങളുടെ പുനരാവിഷ്കരണമായ ആരാധനക്രമത്തെ സംബന്ധിച്ചോ പെസഹ രഹസ്യത്തിലൂടെ ക്രിസ്തു നേടിത്തന്ന രക്ഷ നമുക്ക് ലഭ്യമാക്കി തരുന്ന കൂദാശകളെപ്പറ്റിയോ സംസാരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ പലപ്പോഴും ലൗകികമായി പോകുന്നു എന്നു മാത്രമല്ല, അവയൊന്നും നമുക്ക് പ്രാധാന്യമർഹിക്കുന്നതായി തോന്നാറില്ല എന്നതാണ് സത്യം. ശിഷ്യന്മാരുടെ ഇടയിലെ സംഘർഷം അറിഞ്ഞ യേശു ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധേയമാണ്. ഒരു ശിശു സമൂഹത്തിൽ നിസാരനാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ശിശു ഏതൊരു സമൂഹത്തിലെയും ഏറ്റവും ശക്തിയില്ലാത്ത അംഗത്തെ പ്രതിനിധീകരിക്കുന്നു. അധികാരമോ സ്വാധീനമോ ഇല്ലാത്ത ഒരു വ്യക്തി. മറ്റുള്ളവർ നിയന്ത്രിക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ അവഗണിക്കുകയോ ചെയ്തേക്കാവുന്ന ഒരു വ്യക്തി. നിരായുധനായ, നിസ്സഹായനായ, ദുർബലനായ വ്യക്തിയാണ് ഒരു ശിശു. അവന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. ഒരു അധികാരത്തിന് കീഴിൽ നിൽക്കാനാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. ഒരു നേതൃത്വമില്ലാതെ ശിശുക്കളെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ വിടുകയാണെങ്കിൽ അവർ വളരെ വേഗത്തിൽ അസന്തുഷ്ടമായ അവസ്ഥയിലേക്ക് മാറുന്നതാണ് സത്യം. അതുകൊണ്ട് അവനോടൊപ്പം ആരെങ്കിലും ഉണ്ടായിരിക്കണം, വിരൽത്തുമ്പ് പിടിച്ച് നയിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ശിശുക്കൾ. ആത്മീയ ജീവിതത്തിൽ നമുക്കും ഈ എളിമയുടെ മനോഭാവം ഉണ്ടായിരിക്കണം. ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വഴികാട്ടിയാകുകയും സ്വയം പര്യാപ്തരാണെന്ന് തോന്നുകയും ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ അധികാരത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് അവരിനു വേണ്ടി ചെയ്യേണ്ട നമ്മുടെ ദൗത്യം എന്താണെന്നറിഞ്ഞ് കർത്താവിൻ്റെ വിരൽത്തുമ്പ് പിടിച്ച് നടക്കുകയാണ് വേണ്ടത്. അതിനാൽ
സ്വർഗീയ ജെറുസലേം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്രയിൽ പാപ്പയുടെയും സഭയുടെയും അധികാരത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് അഹങ്കാരം പരിപൂർണമായി വിട്ടുപേക്ഷിച്ച് നടക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി രണ്ടാമതായി, ശിശുക്കൾ ആഗ്രഹിക്കുന്ന ഒന്ന് അവരെ എടുത്താലിംഗനം ചെയ്യുക എന്നതാണ്. ഈ അടയാളത്തിലൂടെ യേശു നമ്മോട് പറയുന്നു, ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്ഥാനമാനങ്ങൾ കീഴടക്കുക എന്നതല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ചെറുപ്പം തിരിച്ചറിഞ്ഞ് നമ്മെ തന്നെ ദൈവത്താൽ ആശ്ലേഷിക്കാൻ അനുവദിക്കുക എന്നതാണ്. പൊതുവെ സ്വന്തം ദുർബലത തിരിച്ചറിയാത്തവർ ദൈവത്താൽ ആശ്ലേഷിക്കപ്പെടാൻ അനുവദിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നാം എല്ലാവരും മുതിർന്നവരാകാൻ ആഗ്രഹിക്കുന്നു. മുതിർന്നവരായി ക്രമേണ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ സ്വയം പര്യാപ്തമാകുമ്പോൾ പലപ്പോഴും നാം ദൈവത്തെ ക്രമേണ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമതായി, ശിശുക്കൾ വർത്തമാനകാലത്തിൽ പൂർണ്ണമായി ജീവിക്കുന്നു എന്നതാണ്. കളിയിലോ തങ്ങൾക്കിഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യത്തിലോ അവർ തങ്ങളെ തന്നെ പൂർണ്ണമായി നഷ്ടപ്പെടുത്തുന്നു. അതുപോലെ കുഞ്ഞുങ്ങളെപ്പോലെ സന്തോഷകരമായ ഒരു മാനസിക അവസ്ഥയിലായിരിക്കുമ്പോൾ നമുക്കും വർത്തമാനകാലത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ കഴിയും. എന്നാൽ പലപ്പോഴും അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നമ്മൾ ഭൂതകാലത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നു. നഷ്ടപ്രതാപം ഓർത്തിരിക്കുകയോ പഴയ മുറിവുകൾ വീണ്ടും തുറന്നു നോക്കുകയോ അതുമല്ലെങ്കിൽ വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഭയത്തിൽ ഭാവിയെക്കുറിച്ച് വേവലാതിപ്പെടുകയോ ചെയ്യുന്നു. പക്ഷേ ദൈവം നമുക്ക് സമീപസ്ഥനാണെന്ന് ഓർമ്മിക്കാം. വർത്തമാനത്തിൽ ജീവിക്കാൻ അവൻ്റെ കൃപ നമുക്ക് ലഭ്യമാണ്. അതിനാൽ വിശ്വാസവും പ്രത്യാശയും കർത്താവിലുള്ള ആശ്രയവും കൊച്ചുകുട്ടികളെപ്പോലെയാകാൻ നമ്മെ സഹായിക്കും. മറുവശത്ത് അസൂയ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമ്മെ അലോസരപ്പെടുത്തിക്കൊണ്ട് നമ്മെ ഭൂതകാലത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതേസമയം അതിമോഹം, സ്ഥാനമോഹം നമ്മെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയിൽ നയിക്കുന്നു. അതിനാൽ ഇവ രണ്ടും ഒരിക്കലും നമുക്ക് സന്തോഷവും ആന്തരിക സമാധാനവും നൽകുകയില്ല. അതുകൊണ്ട് അസൂയയിലും അതിമോഹത്തിലും ജീവിക്കുന്നത് നമുക്ക് അവസാനിപ്പിക്കാം. രക്ഷകർത്താക്കളുടെ നിർദ്ദേശപ്രകാരം ജീവിക്കുന്ന, വർത്തമാനകാലത്തിൽ ജീവിക്കുന്ന ശിശുക്കളെപ്പോലെ നമുക്കും ജീവിക്കാം. അങ്ങനെ അവൻ്റെ സ്നേഹം നമ്മിലൂടെ ഈ ലോകത്തിലേക്ക് ഒഴുകാൻ നമുക്ക് അനുവദിക്കാം. ഏറ്റവും അവസാനമായി, ശിശു നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും പ്രതിനിധീകരിക്കുന്നു എന്നതാണ്. പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നവർ സ്വാഗതം ചെയ്യപ്പെടേണ്ട ശിശുക്കളാണെന്ന് സൂക്ഷ്മ പരിശോധനയിൽ വ്യക്തമാകുന്നു. കാരണം അക്രമാസക്തനും ആക്രമണകാരിയുമായ ഒരു മുതിർന്ന വ്യക്തിക്കുള്ളിൽ ആലിംഗനം ചെയ്യപ്പെടാത്ത ഒരു കുട്ടിയുണ്ടെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മിലേക്കും മറ്റുള്ളവരിലേക്കുമുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറ്റാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു. എല്ലാറ്റിനുപരിയായി അപരനെ ഒഴിച്ചു നിർത്തേണ്ട എതിരാളിയായി കാണരുത് എന്ന ചിന്തയും. ഇതൊരു പൈശാചിക ചിന്തയാണ്. പകരം യേശു പറയുന്നു, അപരൻ സ്വാഗതം ചെയ്യപ്പെടേണ്ട ശിശുവാണ്. അതിനാൽ സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് രക്ഷ സാധ്യമാക്കി തരുന്ന പെസഹ രഹസ്യങ്ങളെയും അതിലൂടെ നേടിത്തന്ന രക്ഷ നമുക്ക് ലഭ്യമാക്കുന്ന കൂദാശകളെയും കൂടുതൽ പ്രാധാന്യത്തോടെ നമുക്ക് സമീപിക്കാം. ശിശു സഹജമായ എളിമയിലും സന്തോഷത്തിലും സമാധാനത്തിലും നമുക്ക് ജീവിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.